പൂരത്തിനിടെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചതായി പരാതി. കൊപ്പം ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് 2 പേർക്ക് പരിക്കേറ്റത്. കേസിലെ പ്രതികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മണ്ണങ്കോട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിനിടെയാണ് സംഭവം. പൂരവരവിനിടെ ബൈക്കുമായി എത്തിയ യുവാക്കളുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്ക് പറ്റി. വേലാഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വല്ലപ്പുഴ സ്വദേശി പ്രകാശ്, കോർത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. വാക്കുതർക്കത്തിന് പിന്നാലെ ഒരു സംഘം യുവാക്കൾ വേലാഘോഷത്തിനിടെ ആയുധങ്ങളുമായി എത്തുകയും ഇതിലൊരാൾ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. പ്രകാശിന് മുതുകിനും ചുണ്ടിനും വിഷ്ണുവിന്റെ മുഖത്തുമാണ് കുത്തേറ്റത്. ഉടനെ തന്നെ ഇരുവരെയും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇതിനിടെ കത്തിവീശി അക്രമിയെ നാട്ടുകാരും വേലാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പിടികൂടി. തുടർന്ന് പോലീസിനെ ഏൽപ്പിച്ചു. കൊപ്പം മേഖലയിൽ കുറെ കാലമായി ലഹരി മാഫിയ ഭയങ്കര ഭീതി സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെല്ലാം എതിരെ നിരന്തരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് DYFI. ആ DYFI നേതാക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഇന്നലെ അരവത്ത് നടന്ന പൂരത്തിൽ കോർമത്തോടി ദേശത്ത് വെച്ച് ഈ ലഹരി മാഫിയയുടെ ഏതാനും ചില ഗുണ്ടകൾ DYFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരന്തരമായി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം ലഹരി മാഫിയയ്ക്കെതിരെ യോഗങ്ങളും അതേപോലെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം DYFI തീർത്തു വരുന്നതിൻ്റെ വൈരാഗ്യ ബുദ്ധി മുന്നിൽ കണ്ടുകൊണ്ട് DYFI കോർമത്തോടി യൂണിറ്റ് ട്രഷറർ അടക്കമുള്ള DYFIയുടെ നേതാക്കളെയാണ് ഇന്നലെ ലഹരി മാഫിയ ആക്രമിച്ചിരിക്കുന്നത്. അതേസമയം പ്രദേശത്തെ ലഹരി മാഫിയകളാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ ഇരുവരും ആരോപിച്ചു. സംഭവത്തിൽ പരിക്കേറ്റ ഇരുവരും കൊപ്പം പോലീസിൽ പരാതി നൽകി. പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ 2 പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ വേല ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് അലക്ഷ്യമായ രീതിയിൽ ബൈക്ക് ഓടിച്ച് കയറ്റി വരികയാണ് ഉണ്ടായത് 2 ആൾക്കാർ. ആ 2 ആൾക്കാരെ ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയുണ്ടായത് ആദ്യം. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വേല കയറി ഇറങ്ങിയതിന് ശേഷം അവർ സംഘം ചേർന്നൊരു 4-5 പേര് ആയുധങ്ങളുമായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. ആയുധം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വടിയും അതുപോലെ തന്നെ ഈ പേന, ആ കത്തി ഉപയോഗിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിഷ്ണു നിരന്തരമായിട്ട് അവരൊരു ശത്രുവാണ്. ഞങ്ങളെന്താ വെച്ചാൽ അവിടെ നാട്ടിലെ ലഹരി മാഫിയക്കെതിരെ നല്ല ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് എല്ലാവരും അവിടെയുള്ള കുറച്ച് ടീം ഞങ്ങളെ ശത്രുക്കളാണ്. അതിലുള്ള ആളുകളാണ് ഇപ്പം ഇന്നലെ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. NCV ന്യൂസ് തൃത്താല.